ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിന്റെ 150ാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ബഡ്ജറ്റ് സംബന്ധമായും സിനിമ വിജയിച്ചോ, വിജയിക്കണമെങ്കിൽ എത്ര രൂപ നേടണം, ഈ രീതിയിൽ ഒട്ടനവധി കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമേ പറയാനുള്ളത്, ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായി യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഗൂഗിൾ അപ്ഡേറ്റിൽ 8 കോടി എന്ന് കാണിക്കുന്നുണ്ട്. അതേസമയം എന്റെ ഒരു വിലയിരുത്തലിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 12 കോടിയോളം രൂപയാണ്. എന്തായാലും മൊത്തം സിനിമകളുടെയും ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 12 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റെങ്കിൽ സിനിമ വിജയിക്കാൻ നേടിയെടുക്കേണ്ടത് 25 കോടിക്ക് മുകളിലാണ്. അതേസമയം ചിത്രത്തിന്റെ നിർമ്മാണവും വിതരണവും മാജിക് ഫ്രെയിംസ് തന്നെയായതിനാൽ ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്റർ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു കാര്യവുമില്ല. നിലവിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കേരളത്തിൽ ഈ സിനിമ 12ാം ദിവസമായി തന്നെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 70 ലക്ഷം രൂപയാണ്. ആദ്യ 12 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 11 കോടി 29 ലക്ഷം രൂപയുമാണ്. 13ാം ദിവസം കൂടിയായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 70 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 13 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 13 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 12 ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 17 കോടി 50 ലക്ഷം റേഞ്ചിലായിരുന്നു. ഇന്നത്തെ കളക്ഷനോടെ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 18 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പായിട്ടുണ്ട്. മലയാളത്തിന്റെ സൂപ്പർ മെഗാതാരം മോഹൻലാലിന്റെ ജന്മദിനമാണ് ഇന്ന്. 1960 മെയ് 21 ജന്മം കൊണ്ട മോഹൻലാലിന് തുടർച്ചയായി 2 മെഗാ വിജയമാണ് മലയാള സിനിമ സമ്മാനിച്ചത്. ഏപ്രിൽ 25 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തുടരും എന്ന സിനിമയുടെ 27ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ ആദ്യ 25 ദിവസം വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. തുടരും എന്ന സിനിമയുടെ 26ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 6 ലക്ഷം രൂപയായിരുന്നു. 112 കോടി 51 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 26 ദിവസത്തെ കേരള കളക്ഷൻ. 27ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ 27 ദിവസത്തെ കേരള കളക്ഷൻ 113 കോടി 50 ലക്ഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ 27 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 225 കോടിയും മറികടന്നിരിക്കുകയാണ്. തമർ കെ വി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് സർക്കിട്ട്. ആസിഫ് അലി, ബാലതാരം ഓർഹാൻ, ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 13ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയാണ്. നിലവിൽ 13 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടി 11 ലക്ഷം രൂപയാണ്. 14ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 ലക്ഷം രൂപ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 വാരം പിന്നിട്ട് 3ാം വാരത്തിലേക്ക് കടക്കുന്ന ഈ സിനിമ കേരളത്തിൽ നിന്ന് ഇതുവരെയായി കളക്ട് ചെയ്തിട്ടുള്ളത് 2 കോടി 13 ലക്ഷം രൂപ മാത്രമാണ്. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച പടക്കളം എന്ന സിനിമയും മെയ് 8 തിയേറ്ററിലെത്തിയത്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഗംഭീര അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുകയാണ്. നവാഗതനായ മനു സ്വരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ 13ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 59 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 13 ദിവസത്തെ കേരള കളക്ഷൻ 7 കോടി 83 ലക്ഷം രൂപയുമാണ്. ചിത്രത്തിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12.5 കോടി റേഞ്ചിലുമാണ്. 14ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 14 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 8 കോടി 30 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 2 ആഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 13 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റെ കഥയെ ആസ്പദമാക്കി സോനു ട്യൂപ്പിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ സിനിമയിൽ മാളവിക മോഹനൻ, സിദ്ദീഖ്, സബിത ആനന്ദ്, ബാബുരാജ്, നിഷാൻ, സംഗീത് പ്രതാപ്, സംഗീത മാധവൻ നായർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഓഗസ്റ്റ് 28 റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഋഷഭ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ദീപാവലി റിലീസായി 2025 ഒക്ടോബർ 16 ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മെയ് 23 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. നവാഗതരായി ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിങ്ങനെ 2 പേർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ് രാജ്, സീമാജി നായർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകരായ രാഹുൽ ജി, ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ എന്നിവർ ചേർന്ന് തന്നെയാണ്. എഡിറ്റിംഗ് ചമൻ ചാക്കോ, സംഗീതം റസി എന്നിവർ നിർവഹിക്കുന്നു. സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നരിവേട്ട. മുത്തങ്ങിയ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥ എഴുതിയ ഈ സിനിമ മെയ് 23 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ചിത്രത്തിൽ തമിഴ് നടൻ ചേരൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ആസാദി എന്ന സിനിമ മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ജിയോ ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വാണി വിശ്വനാഥ്, രവീണ രവി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സാഗർ തിരക്കഥ എഴുതിയ ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് സനീഷ് സ്റ്റാൻലിയാണ്. ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് വരുൺ ഉണ്ണി. ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിച്ചിട്ടുണ്ട്.
ഒരുക്കിയിട്ടുണ്ട്. വിജയ് സേതുപതിയുടെ 51ാമത്തെ ചിത്രമാണ് യേസ്. 7 Seas എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അറുമുഖകുമാർ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ തമിഴ് റൊമാന്റിക് കോമഡി എന്റർടൈനർ ചിത്രത്തിൽ രുക്മിണി വസന്ത്, യോഗി ബാബു, ദിവ്യപിള്ള, മുത്തുകുമാർ, രാജകുമാർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയുണ്ടായി. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.